ഹായ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ് ഗൈസ്. സലാലേന്ന് ബംഗാളി മാർക്കറ്റിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനും എൻ്റെ പ്രിയ. നിങ്ങളെ പേരെന്തേനി? ഉമ്മ. കേരള വൃക്ഷ മരത്തിൻ്റെ അടിയിൽ കൂടെ തെങ്ങിൻ്റെ ചോട്ടും കൂടെ ബംഗാളി മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന കടകളുണ്ടല്ലോ, അതാണ് ഇളന്നിക്കട. പഴങ്ങളും പച്ചക്കറി ഉണ്ടാവില്ല, പഴവർഗ്ഗങ്ങളും പിന്നെ കരിക്കും, അതാണ് മെയിൻ. പച്ചക്കറിയും പഴങ്ങളൊക്കെ ചീപ്പസ്റ്റായിട്ട് ഇല്ലീഗലായിട്ട് ബംഗാളികൾ കുടിയേറിയാണ്ട് അവരെന്നെ പച്ചക്കറി അതാണ് ആണ്. ഇവിടെ ശരിക്കും ഭയങ്കര പഠിച്ചോ അനുഗ്രഹീതമാക്കിപ്പെട്ട സ്ഥലം കേട്ടോ. ഈ കടയിലേ മയിലുണ്ട്, ഏതോ ഒരു കടയിൽ മയിലുണ്ട്, ഞാൻ കാണിച്ചത്. അതാ മയിലിതാ. ഗൈസ്, മയിലിനെ കൂട്ടിലാക്കി വെച്ച് നോക്കിയാ ഇതെന്താ പട്ടിക്കുട്ടിയോ? वाला क्या है? ये डॉग है पूछा लगा अല്ല അത് പട്ടി. 35 റിയാൽ, 70 റിയാൽ. ഇതെങ്ങോട്ടാ അങ്ങോട്ട്? ഏയ് തങ്കച്ചി ഇങ്ങ വാങ്ങേ. നാട്ടത്തെ സ്വഭാവം കിട്ടിയോ? നിങ്ങൾ എന്ന് ചെമ്പരത്തി പറിക്കണല്ലോ. എൻ്റെ കൂടെ നടന്ന് ചെമ്പരത്തിയാണ് ഇപ്പൊ ചെവിയിലൊക്കെ. അമ്മർമലതാ പോണു. ഇവിടുത്തെ അമ്മറാണ് കഴിച്ചത്, പാവപ്പെട്ടവൻ്റെ അമ്മറേ. ഇവിടെ ബൈക്ക് ഇല്ലാത്തതുകൊണ്ട് ആൾക്കാരൊക്കെ സൈക്കിൾ മേലെ നടക്കുക. നോക്കണേ ബസ് വരുന്നുണ്ട്. വാ, അങ്ങോട്ടല്ല. ഈ ഒരു കൂട്ടിലാക്കി വെച്ച ട്രാൻസ്ഫോമറാണ്, പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത ആ ലൈന് മുകളിൽ കൂടെ പോകണ്ടില്ലേ. ചിലയിടത്ത് ലൈന് കാണൂല ഗൈസ്. ഒമാനത്തെ ആൾക്കാരെ പഠിച്ചോ ഭയങ്കരമായിട്ട് അനുഗ്രഹിച്ചു എന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് വൃക്ഷമായിക്കോട്ടെ മത്സ്യമായിക്കോട്ടെ, മത്സ്യം കൊണ്ട് വൃക്ഷങ്ങൾ കൊണ്ടൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അനുഗ്രഹീതമാക്കപ്പെട്ടത്. ഒമാൻ മത്തിയൊക്കെ നമ്മളെ നാട്ടിലേക്ക് ഇവിടുന്ന് കയറ്റി അയക്കുന്ന മത്തികളാണ്. ചെറിയ രാജ്യമായിട്ട് പോലും ഇവിടെ അത്രയും മത്സ്യത്തിൻ്റെ കൂമ്പാരം കിട്ടുന്നുണ്ടെങ്കിൽ അത് അനുഗ്രഹീത രാജ്യമായതുകൊണ്ട് തന്നെയാണ് കേട്ടോ. സലാല എന്ന് പറഞ്ഞാൽ നമ്മളെ ഈക്വൽ ടു കേരളമാണ്. പിന്നെ ഇവിടെ കറ്റാർവായൊക്കെ ഉണ്ടായത് നോക്ക്. റോഡ് സൈഡിൽ എവിടെ നോക്കിയാലും തുളസിയില്ലേ. നമ്മളെ നാട്ടിൽ വീടിൻ്റെ മുറ്റത്തൊക്കെ കുഴിച്ചിട്ടുകാണ്ട് വളർത്തുന്ന സാധനമാണ് ഇത്. എല്ലായിടത്തും ഉണ്ടാവും, പ്രത്യേകിച്ച് AC-ൻ്റെ വെള്ളം വെക്കുന്ന സ്ഥലത്ത്. ഇത് നോക്കിയാൽ പഴയ ബിൽഡിങ് ഇതൊക്കെ പൊളിച്ചു തുടങ്ങിയെന്നല്ലേ. അങ്ങനെയും പറയാം. ആൾക്കാരൊക്കെ അതാ വരുന്നേ. ബായ് ബംഗാളി മാർക്കറ്റ് കിതറേ? അസല് ചേരി, കുറേ ഇന്ത്യക്കാരൊക്കെ പാർക്കുന്ന സ്ഥലം. മസ്കറ്റിക്ക് വന്നോ സ്ഥലേ? അത് 12 മണിക്കൂർ റണ്ണിങ് ഉണ്ട് ഇവിടുന്ന് മസ്കറ്റിലോട്ട്. 600 പൈസ വാങ്ങക്കല്ലേ. മറ്റോടത്ത് എത്ര? അറിയാമല്ലോ. ഇതാണ് ഇവിടുത്തെ ബംഗാളി മാർക്കറ്റ്. ബ്രോയിലർ കോഴി. അപ്പോൾ ഇതാണ് ബംഗാളി മാർക്കറ്റ്. അപ്പം ഇവിടെ ബംഗാളികൾ മാത്രം നടത്തുന്ന മാർക്കറ്റാണ്. മലയാളീസ് സാധനം വാങ്ങാൻ വന്നാൽ ബംഗാളി അറിയാം. ചക്കൊക്കെ എന്താ വെച്ചിരിക്കുന്നത്? ചക്കക്ക് किलो 1 रियल 200 2000 റുപ്യൻ്റെ അടുത്ത ഒരു ചക്കക്ക് 5 കിലോ ചക്ക ഉണ്ട്. ഇന്ന് തിരക്ക് കമ്മിയാണ് ഇവിടെ, കാരണം വെള്ളിയാഴ്ചയാണ് ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാവുക. ഫുള്ള് പച്ചക്കറിയും അതുപോലെ തന്നെ ഫ്രൂട്ട്സും പിന്നെ കോഴി മീനും എല്ലാ സാധനവും ഉണ്ട് ഇവിടെ. ഇറച്ചിയൊക്കെ നോക്കുന്നത് എന്താ പോത്തിന്റെ കാലോ. കോഴിമുട്ട വെക്ക്. कितना है? 500 दोनों 1 रियल दोनों. മധു വാങ്ങിയാലോ? ഇവിടെ ബംഗാളീസൊക്കെ കോഴിൻ്റെ തല തിന്നിട്ടോ. ഒന്നെടുക്ക്. കോഴിൻ്റെ തല. മുട്ടക്കടലുണ്ട്. മുട്ടക്കടൽ വേണമല്ലോ ഗൈസ്. ഞങ്ങൾ 400 പൈസക്ക് ഞങ്ങൾ നാട്ടിലെ കോഴിൻ്റെ ചെറിയ മുട്ടല്ലേ, മുട്ടയും കുടലും മേടിച്ചിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. മൊത്തം കോഴികളാട്ടോ. ഇങ്ങനെ ചെറിയ കോഴികൾ, പിന്നെ സൈഡ് മീനുണ്ട്, അറുത്ത് തൊലിക്കുന്നുണ്ട്. ഫുള്ള് ഒരു കഥ ഇവിടെ. ഇവിടെ ഇറക്കണമെന്നില്ല. ഇപ്പോഴായിട്ടല്ലേ. ഓ അടിപൊളി. അപ്പം പൂരാ ആൾക്കാരെ ഗൈസ്. ഈ ഒരു സെക്ഷൻ മുഴുവൻ മറ്റേ മീനാട്ടോ. ഫുൾ പൂരാ മീന്. തല ഫ്രീ ആയിട്ട് തരുമോ? क्या मीन है? बैंग मच्छी बोलते हैं। बैंग बानमंस। हिंदी का नाम क्या बोल दिया? पपलेट। नहीं, हिंदी मीना
പൊളി ഗൈസ്, ഇത് വേറൊരു ലോകം തന്നെയാണ് കേട്ടോ, വേറെ മൂഡ്. തല എങ്കണോ? തല ഞാൻ കൂട്ടില്ല, നിങ്ങൾ വേണോ വാങ്ങിക്കോ. നിങ്ങൾ തലൻ്റെ ആളാ. ക്യാ ബോൾദിയാ? നല്ല മീനെ? ആ നല്ല മീൻ ഇത് പോടത്. ക്യാ ബായ്, ക്യാ കട്ടാ ഹൈ. ഞാൻ ഫുള്ള് ഇന്ത്യയൊക്കെ പഠിച്ചിട്ടോ അവിടെ നിന്നതിൻ്റെ ശേഷം. ഇവിടെ ഇന്ന് എത്ര തിരക്കുണ്ടോ അതിന് ഡബിൾ തിരക്കായിരിക്കും, ട്രിപ്പിൾ തിരക്കായിരിക്കും വെള്ളിയാഴ്ചൻ്റെ അന്ന് ഇവിടെ കേട്ടോ. ക്യാ ബായ്, കൈസാ ठीक है ना? इसलिए यूट्यूब है, टिकटॉक है. टिकटॉक ये इंडिया वाला क्लोज है, इंडिया का इंस्टाग्राम यूट्यूब है. टिकटॉक है. बंगाली फूड इतना सानो. अलैहिस्सलाम. ये क्या है? गाय का उजर है भैया. കൂന്തൽ കൂന്തളോ? ആ ഇത് മറ്റേ പതിര ബീഫിൻ്റെ അല്ലേ? ആ ബെല്ലി. ആ പളർച്ചി ബോട്ടി. ബോട്ടിയാ പശുവിൻ്റെ ബോട്ടി. പാനിപൂരി ബംഗാളി കാ ഫുഡ് പാനിപൂരി. ഇവിടെ ഫുഡ്, അവിടെ സാമാന. പക്കുടി കേട്ടോ. കൈകൊണ്ട് തൊടണ്ട, ആള് കഴിക്കണല്ലേ. നിങ്ങൾക്ക് എല്ലാവരും ടേസ്റ്റ് ഒക്കെ എനിക്കൊന്നുമില്ല. ഞാൻ എന്ത് പേപ്പർ നോട്ടിയെടുത്താ ഇങ്ങോട്ട് കൊണ്ടുപോകാം ഒരു കഷ്ണം. अच्छा टेस्ट है. പരിപ്പുവടൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് സാധനം. नाम क्या बोल दिया? पकड़ी है. अच्छा टेस्ट है. जास्ती डालो भाई. सलाड. जिलाबी चाहिए? जिलाबी मुളക്. केरला वाला നെയ്യപ്പം. ओके भाई, ठीक है ना? अस्सलाम वालेकुम. हमारा केरला इंग्लिश मालूम, मलयाളം मालूम, बट ഹിന്ദി മാഫി. കോഴിമുട്ടൻ്റെ സാധനം മേടിച്ചിട്ടുണ്ട്, തലയും കെട്ടിയിട്ടുണ്ട്. ഗൈസ്, നിങ്ങൾക്ക് ഞാൻ ഒരു കിടുക്കാച്ച സാധനം കാണിച്ചു തരാം, കണ്ടോളണേ. ഇതൊക്കെ അതേപോലെയൊക്കെ പശുവിൻ്റെ തല ഉണ്ടോ? ഇതൊരു ലോകാട്ടോ, കയ്യാത്ത ലോകാട്ടോ സാധനം. ഒരു ഗല്ലി തന്നെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ഗല്ലി തന്നെ. സ്ട്രിക്റ്റ്ലി പ്രൊഹിബിറ്റഡ് സെല്ലിങ് ദിസ് പ്ലേസ്. അത് ശരിയാണ്. ഓ, അങ്ങാടി പോയി സാധനം മേടിക്കുന്ന ഓർമ്മയാണ്. മാങ്ങ വാരിയിട്ടുണ്ട്. സലാലയിലുള്ള ബംഗാളികൾ നടത്തുന്ന മാർക്കറ്റാണത്. അത് സ്ട്രിക്റ്റ്ലി പ്രൊഹിബിറ്റഡ് ഇൻ സെയിലേഴ്സ് ആണ് അവിടെ. അതായത് ഇവിടുത്തെ സർക്കാർ പക്ക നിരോധിച്ച സംഭവമാണത്. ഇടയ്ക്കിടയ്ക്ക് ബൽദിയത്തെ ആൾക്കാർ വന്നുകാണ്ട് ആ സാധനമൊക്കെ കൂടിയും വാരി കോരി എടുത്തുകാണ്ട് റൈസൂത്ത് കൊണ്ടുപോയി തള്ളും. നമ്മൾ ഇന്നലെ മീൻ പിടിക്കാൻ പോയില്ല, ആ സ്ഥലത്തിന് റൈസൂത്ത് എന്ന് പറയുന്നത്. അവിടെ കൊണ്ടുപോയി തള്ളും. ആ ഗല്ലിയിലോട്ട് ക്യാമറ പൊന്തിക്കുമ്പോൾ തന്നെ ആൾക്കാർ ചോദ്യം ചെയ്യും. ഭയങ്കര വിഷയമാണ് ഇവിടെ.